ഇന്നത്തെ മാർക്കറ്റ് അവലോകനത്തിലേക്ക് കടക്കാം. നിഫ്റ്റി ഇന്ന് 25,082.30 ക്ലോസ് ചെയ്തിരിക്കുന്നത്. റിയാലിറ്റി സെക്ടറാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. 1.39%. നിഫ്റ്റി മീഡിയ 1.36%യോടെ രണ്ടാം സ്ഥാനത്തുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് 1.09%. നിഫ്റ്റി ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്ത് നിഫ്റ്റി ഐ ടി ആണ്. ഇൻഫോസിസ്, TCS തുടങ്ങിയ കമ്പനികൾ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി IT മാർക്കറ്റ് ക്യാപ്പിൽ വളരെ പ്രധാനപ്പെട്ട കമ്പനികളായ TCS, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനികളുള്ള IT ഇൻഡെക്സ് നിഫ്റ്റിയെ ട്രാക്ക് ചെയ്തിരിക്കുകയാണ്. ഇന്ന് FIs 5,104 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ സെൽ ചെയ്തിരിക്കുന്നത്. DIE അത് 3,588 കോടി രൂപയ്ക്ക് അത് തിരിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. FIs ഫ്യൂച്ചറിൽ 5,202 കോടി രൂപയുടെ ഫ്യൂച്ചർ സെൽ ചെയ്തിരിക്കുന്നു. FI ഓപ്ഷനിൽ 2,498 കോടിയുടെ ഇതാണ് അവർ സെല് ചെയ്തിരിക്കുന്നത്. FIs എല്ലാ സെക്ടറിലും നെറ്റ് സെല്ലേഴ്സ് ആണെന്നാണ് കാണിക്കുന്നത്. ജൂലൈ മാസത്തിൽ ഇതുവരെ FIs 10,000 കോടി രൂപയ്ക്ക് സെല് ചെയ്തിട്ടുണ്ട്. DIs 12,402 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിട്ടുണ്ട്. FIs ഫ്യൂച്ചറിൽ 21,809 കോടിക്ക് ഫ്യൂച്ചറിൽ സെല് ചെയ്തു. FI ഓപ്ഷനിൽ 32,251 ആയിട്ട് വാങ്ങിച്ചിട്ടുമുണ്ട്. മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ഇൻഡെക്സ് 13 താഴെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ട്രേഡേഴ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മാർക്കറ്റിൽ പ്രത്യേകിച്ച് ബയേഴ്സ് മൊമെൻറ്റം ക്യാച്ച് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് ഡിക്കേ, അതായത് ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്ക് പ്രീമിയം ഡിക്കേ വരാനുള്ള സാധ്യത ഉണ്ട്. നിഫ്റ്റി ബാങ്കിൽ ICICI ബാങ്കും HDFC ബാങ്ക് മോഡറേറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് ഇൻഡെക്സ് ഒരു വളരെ നെഗറ്റീവിലോട്ട് ആദ്യം പോയെങ്കിലും പിന്നീട് അത് തിരിച്ചു പിടിച്ച് അതിൻ്റെ ലോസ് എല്ലാം തിരിച്ചു പിടിച്ചു. പക്ഷേ നല്ലൊരു മൊമെൻ്റം ഇതുവരെയും പറ്റിയിട്ടില്ല. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ് വളരെ നല്ല പ്രകടനം എന്ന് കാണിച്ചത്. IDAയും ഓല ഇലക്ട്രിക്കൽസും ഒക്കെ. ഓല ഇലക്ട്രിക്കൽസ് 18% ഒരു വളർച്ച ഇലക്ട്രിക് സെക്ടറിലെ ഒരു ഫോർറണ്ണറായിട്ട് മാറാനുള്ള സാധ്യതയായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ മാർക്കറ്റ് അവലോകനം ഇരിക്കുന്നത്. നാളെ എന്തായാലും ട്രംപിൻ്റെ ന്യൂസുകൾ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഹീസ് മോർ വോളറ്റൈൽ ദാൻ മാർക്കറ്റ്.